guys, welcome back to our YouTube channel. ഇതൊരു ചെറിയ വ്ളോഗാണ്. വേറെ ഒന്നല്ല, കുറെ ദിവസമായി ഞങ്ങൾ സ്നോ ബേബിന് വാക്സിൻ എടുക്കാൻ കൊണ്ടുവന്നത്. ഫസ്റ്റ് കൊണ്ടുപോയപ്പം ദിവസമായിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമത് കൊണ്ടുപോയപ്പോൾ ഓരോന്ന് ഡിവോം ഫസ്റ്റ് ചെയ്യണം, അതിന് ശേഷം വാക്സിൻ ചെയ്താൽ മതി. അപ്പം ഇന്നാണ് വാക്സിൻ എടുക്കേണ്ട ദിവസം. ശരിക്കും ഇന്നലെ ആയിരുന്നു കേട്ടോ, പക്ഷെ ഇന്നലെ വിഷു ആയതുകൊണ്ട് നമ്മൾ ഇന്ന് കൊണ്ടുപോകണം. സ്നോ ബേബി ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ രണ്ടാളുണ്ട്, അവര് ചുമ്മാ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വെറുതെ കയറിയിരുന്ന കേട്ടോ, പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള. ബേബിനെ ഞാൻ ഇപ്പം എടുക്കും. സ്നോ ബേബിനെ അവിടെ വെച്ചിട്ടൊന്നും വണ്ടി ഓടിക്കൂല അല്ലേ? വാ വാ. ഇവന്റെ വണ്ടി ഓടിക്കല് ഇപ്പൊ അവനെ ഇരുത്താനാണോ? നെവർ. കണ്ടാ, കൊച്ചു പേടിക്കും. അയ്യോ അവന് കണ്ണും കാണൂല വെറുതെ. വാ അങ്ങോട്ട് വാ. ഇങ്ങോട്ടാടാ. ബേബിനെ ഞങ്ങളെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ബേബി ഇപ്പൊ ചാമയാൻ തുടങ്ങും. ഇനി രണ്ട് വാക്സിൻ ഉണ്ടോ? പുറത്ത് വാങ്ങിക്കണം. ചെക്കന് കംഫർട്ടബിൾ ഒരു സീനാണ്ടത്. സീനല്ല, ഒരു സ്ഥലമാണ്, പ്ലേസ് ആണ്. കണ്ട, ഇതാണ് സ്വഭാവം. അത് നമ്മൾ ആവണങ്ങോട് അമ്പലം എത്തിയിട്ട്, ആവണങ്ങോട് അമ്പലത്തിന്റെ നേരെ പോകുമ്പോഴാണ് അന്തിക്കാട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക്. ഒന്നും കൂടെ വിളിച്ച് കുറെ നേരമായില്ലേ ഗൈസ്, ഒരു കോള് വരും, ഹലോ പറയും. ഫസ്റ്റത്തെ ഒരു വ്ളോഗിലെടുക്കാൻ പറ്റിയൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു ഗൈസ്. സ്നോ ബേബി അങ്ങോട്ട് എത്തിട്ടോ. സ്നോ ബേബി ഇങ്ങനെ ചാടി ചാടി കളിച്ചോണ്ടിരിങ്ങനെ. ബേബി സ്നോ ബേബി ഞങ്ങളങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി കടയിൽ എത്തിയേക്കാണ്. മെഡിക്കൽ ഷോപ്പില് ഏതാ വാങ്ങാനുള്ളൂ? അത് ബാക്കിൽ കിട്ടിയ സ്നോ ബേബി കണ്ണപ്പന്റെ കൂടി ഉണ്ട്. സ്നോയുടെ മെഡിസിൻ വാങ്ങിട്ട പാർവയുടെ 400 രൂപയും. കുഞ്ഞിനെങ്ങനെ കുഞ്ഞു കുത്തിയച്ചാൻ പോവാ. കുഞ്ഞിന്റെ 2 ഡിഷ് കിട്ടുന്നത്. നമ്മളിവിടെ എത്തി. അയ്യോ, കൊച്ചിനറിയാം, കൊച്ചിനറിയാം. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇഞ്ചക്ഷൻ വെക്കാൻ, ഇഞ്ചക്ഷൻ OP ടിക്കറ്റ് എടുക്കണം. ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ വെക്കാൻ പോകണം. ഇവിടെ ആരും കാണുന്നില്ല. എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 2 ഞങ്ങളങ്ങനെ ഡോക്ടറെ കാണാൻ പോവാണ് ഗൈസ്. ചെക്കനങ്ങനെ ബാക്കിൽ കൊണ്ടുപോകാൻ പോവാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിട്ട്. ഇവിടെ എത്തുമ്പോനറിയാം, അതുകൊണ്ട് ഇങ്ങനെ കിടക്കണം. എന്റെ പരിപാടി ഉണ്ട് എന്നെ കൊണ്ട് ഇവർക്ക് അല്ലേ, കൊച്ചിനെ കൊണ്ട് എന്തോ ചെയ്യിക്കാറുണ്ട് ഇവർക്ക്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പട്ടികൾക്ക് ഇഞ്ചക്ഷൻ വെക്കണത്. ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇവരെ ഇവിടെ നിർത്തും, എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ആക്കും. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റും. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് സെറ്റപ്പ്. അതുപോലെ വേറൊരു സാധനം ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് പശുവിനാന്ന് തോന്നുന്നു. ഇതും ഡോഗിന് തന്നെ. ഇത് കണ്ടോ, നാട്ടിലിങ്ങനെ വെച്ചിട്ട് താഴ്ത്തും. അപ്പോൾ അവർക്ക് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ബേബി അവിടെ പേടിച്ചിരിക്കണം. കടിക്കോ എന്നെ? അറിയില്ലവൻ. എന്തോ ഒന്ന് കേറിയത്. കാർഡിൽ ഒട്ടിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. ഒട്ടിക്കാൻ സൈൻ ചെയ്ത് എന്നിട്ട് ആ കാർഡ് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ചെക്കിനെങ്ങനെ പേപ്പർ കിട്ടി.
ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ ഇവൻ കരയെ ബഹളം ഉണ്ടാക്കി ഒന്നും ചെയ്തില്ല. അങ്ങനെ വാക്സിൻ എടുത്ത് വന്നു. നല്ല ക്ഷീണം ഉണ്ടായി തോന്നുന്നുണ്ട്. ചെക്കൻ ഫസ്റ്റ് തന്നെ വന്നു മടിയിൽ കിടന്ന് ഉറങ്ങുവാണ്. സ്നോ എന്താണ് ഇവിടെ നടന്നിപ്പോ? കുളിച്ച വന്നേ പുറത്തേക്ക്. കിടന്നു. എന്താണ് വാക്സിൻ ഇട്ടല്ലോ വേനിട്ടാ? ആകെ ഒരു ക്ഷീണോ ചെക്കന്. കുളിപ്പിക്കാൻ പാടില്ല, അവന് ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുളിപ്പിക്കാതിരിക്കുന്ന പറ്റും. അത്രയും സ്മെല്ല് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വീക്കിലി വൺസ് വാഗൻ ഹാക്കോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ വായിക്ക് അങ്ങനെ എന്തെങ്കിലും സ്മെല്ല് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് ബ്രഷ് കിട്ടും, ടൂത്ത് ബ്രഷ് അവിടെ നിന്ന്, അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവൻ പല്ലൊന്നും വന്നിട്ടില്ല, ചെറിയ 2 എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യം ഇവർ ഇതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല, അവൻ അത്ര ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് 3 മാസം കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഡോക്ടർ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് അത്രയ്ക്കും അഴുക്ക് പോലെയൊക്കെ ഉണ്ടെങ്കിൽ വീക്കിലി വൺസ് കുളിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ടൂത്ത് ബ്രഷ് വാങ്ങിക്കണം. എന്റെ മോനെ വലിയ കൊടുത്തേ, പ്രേക്ഷകർക്ക് വലിയ കൊടുത്തേ, കുഞ്ഞു വലിയ വാഗൻ ഹഗിൽ ഒരു പ്രാവശ്യം കുളിപ്പിച്ചാലോ? വേണ്ടടി. എന്റെ കുഞ്ഞ് വാക്സിൻ എടുത്ത് എന്റെ ഒരു കൊത്ത് കിട്ടിയപ്പോ കൊച്ചിനെ ഉറക്കം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കാർഡ് താഴത്താണ്. ഇനി റാബിസിന്റെ എടുക്കാൻ ഇപ്പോഴല്ല, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രാവശ്യം കൂടെ ഡിവോം ചെയ്തതിന് ശേഷം പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് റാബിസ് വാക്സിൻ ഉള്ളത്. പോയി ഇങ്ങനെ പിടിച്ചിട്ടേ, ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ കുത്ത്. അറിഞ്ഞില്ല കേട്ടോ, ആള് കുഞ്ഞാള് അറിഞ്ഞില്ല. എന്ത് അല്ലേ കുട്ടി ക്ഷത്രിയ രക്താന്നാണ് പറയണത്. അവിടെ നിക്കണാണ് 3-4 പിള്ളേരായിട്ട് ലോക്കലായിട്ട് നിന്ന് 3-4 കൂടിന്റെ ഉള്ളില് 5-6 എണ്ണം നിക്കണേ ലോക്കലായിട്ട്. അതിന് ഏറ്റവും പൊട്ട ഭംഗിയില്ലാത്തവൻ എടുത്തോണ്ടരാൻ ചെയ്ത്, കൂടുതൽ പൈസ കൊടുത്തിട്ട് ഏറ്റവും ഭംഗിയില്ലാത്തവൻ എടുത്തോണ്ടെന്ന് ഞങ്ങള് അല്ല കുഞ്ഞെ പാവട്ട. അയ്യോ വെയിലാണ്. ഇവന്റെ ഇപ്പോഴത്തെ കംഫർട്ടബിൾ വേറൊരു പ്ലേസ് ആണ് ഇട്ടത്. ഇങ്ങനെ കിടക്കില്ലേ, കൂർക്കം വലിച്ചു തുടങ്ങി. നല്ല സ്ഥലം കേട്ടാ. അത് നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്താലോ ഗൈസ്? ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കും. സ്നോ ബേബിനെ വീട്ടിലാക്കും. സ്നോ ബേബി അപ്പോഴേക്കും എനിക്ക് കേട്ടോ ഈ കാറി കിടക്കുമ്പോഴുള്ള കിടപ്പാണ്. ആർക്കറിയാം, നല്ല തിരക്കുണ്ട് നമ്മളുടെ പുഴയോരത്ത്. ബേബി പിടുത്തോ, ബേബി 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 നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ബേബി എന്താണ് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് മേടിച്ചാ കരഞ്ഞൂല്ല എന്റെ കയ്യാഞ്ഞേ. അയ്യോ എന്റെ കുഞ്ഞിന് മണായി എന്നൊക്കെ കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ ഞങ്ങള് വാക്സിന് ഇത്ത ഡോക്ടറോട് ചോദിച്ചു. പക്ഷെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു കുളിപ്പിക്കാനായിട്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ വന്ന് തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഗുഡ് ബോയ്. എനിറ്റങ്ങടെ എനിറ്റങ്ങട് അങ്ങടെ എനിറ്റ് ഉറക്കം വന്നിട്ട് വയ്യടി. ശരി ഗൈസ്, ഞങ്ങളപ്പ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഈ വ്ളോഗ്. എന്നെ കാണാവോ ഗൈസ്? അപ്പൊ ഞങ്ങളുടെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ പോയേക്കാം. അവിടെയും ഫുഡ് ഇല്ലടി, ദേവന്മാര് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അത് തന്നെ ഉണ്ടായി കഴിക്കും. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഈ വ്ളോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഉറക്കാണ്. അപ്പൊ ഇനി ഞങ്ങള് ഇവന് ചെറിയ സ്മെല്ലൊക്കെ വരുന്നോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുളിപ്പിക്കണ കാര്യം ചോദിച്ചത്. പക്ഷെ ഡോക്ടർ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡോക്ടർ പറഞ്ഞു അത്രയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വീക്കിലി വൺസ് അതിന് കുളിപ്പിക്കാൻ വേണ്ടിയുള്ള ഷാമ്പു പറഞ്ഞത്. പക്ഷെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുപോലെ പല്ല് ഇവന് 4 എണ്ണ വന്നിട്ടുള്ളത്, കുഞ്ഞു പല്ല്, കീരിപ്പല്ല്, കടിക്കണ കൊമ്പ് മാത്രം, വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ബ്രഷും ചെയ്യിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു ജ്യൂസ് ഉണ്ട്, അത് വേണമെങ്കിൽ കുടിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം അവര് 3 മാസം വരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് നോക്കിയിട്ട് അതൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ഞങ്ങൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്.
വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് ഉറങ്ങുമെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ നല്ല ഉറക്കാണ്. അവൻ AC കയറിയപ്പോൾ അല്ലെങ്കിൽ ഉറങ്ങും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാം. അപ്പൊ ബൈ. എന്റെ കുഞ്ഞിനെ ക്ലോസ് ആക്കി ഇട്ടോ, എന്നിട്ട് കട്ട് ചെയ്തോ ബൈ 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 ബൈ.